ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയുകയാണ്. ഇനി അങ്ങോട്ടേക്ക് അവന്തികയുടെ കളികൾ വേറെ രീതിയിലാണ്. ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളോടാണ് ഇനി അങ്ങോട്ടേക്ക് മാംഗല്യത്തിൻ്റെ എപ്പിസോഡ് അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. ഇനി അർച്ചന പഠിക്കാൻ പോകുന്ന ഒരു പാഠം, അവന്തിക എന്ന ആ ദുഷ്ടയെ വെറുതെ വിട്ട് കുടുംബത്തിൻ്റെ മാനം പിടിച്ചു നിർത്തിയത് വെറുതെ ആയിപ്പോയി എന്ന് അർച്ചന പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ഈ പറയുന്ന സ്വന്തം അനിയത്തിയായ ആതിരയെ പോലും ഇത്രമാത്രം ക്രൂരതകൾ കാണിച്ച് ആതിരയെ ഭയപ്പെടുത്തി നടന്ന അവന്തിക ആതിരയെ നല്ല പോലെ ബ്രെയിൻ വാഷ് ചെയ്ത് കൈയെടുക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ആദ്യം തന്നെ എന്താണ്, ആതിരയുടെ കുഞ്ഞിനെ കാണാൻ മൂത്തമ്മ എന്നൊരു എൻട്രിയും കൊടുത്തുകൊണ്ടാണ് അവന്തികയുടെ വരുന്നത്. ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാനാണ് വലിയമെന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചന വലിയമ്മയാണ്, ഇനി ഞാൻ ഇപ്പോൾ മൂത്തമ്മ തന്നെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെടുത്ത് കൈ വെച്ച് അങ്ങ് താലോലിക്കുവാണ്. ഇത് കണ്ട് ആതിരയുടെ മനസ്സിനകത്താണെങ്കിൽ ഭയങ്കര സന്തോഷം. ആതിര അപ്പോഴത്തേക്ക് ശുദ്ധ മനസ്സുള്ള വ്യക്തികളല്ലേ എല്ലാവരും. അപ്പം അങ്ങ് മറന്നു കഴിഞ്ഞ് അർച്ചന അത്രയും ശുദ്ധ മനസ്സിൽ തുടക്കത്തിൽ നിന്നുകൊണ്ടാണ് അർച്ചനയ്ക്ക് ഇവളുടെ ഈ ചതിയൊന്നും മനസ്സിലാതെ. ഇപ്പം അർച്ചന നല്ല രീതിയിൽ പഠിച്ചു അവന്തിക ആരാണ്, ഏതറ്റം വരെ അവന്തിക പോകുമെന്നതൊക്കെ അർച്ചനയ്ക്ക് ഇപ്പം അറിയാവുന്നതുകൊണ്ട് ബാക്കിയുള്ളവരെ പോലെ മണ്ടം കളിക്ക് ഒരിക്കലും അർച്ചന ഇപ്പം നിൽക്കില്ല. അപ്പം അർച്ചനയ്ക്ക് ഇത് ഇങ്ങനെ കൊഞ്ചിക്കുമ്പോഴും അർച്ചന മനസ്സിനകത്ത് മൊത്തം എന്ന ചിന്ത എന്താണെന്നറിയോ, അതായത് നിൻ്റെ അനിയത്തി പ്രസവിക്കും, ഞാൻ പറഞ്ഞതിനകത്ത് തിരുത്തുണ്ട്, നിൻ്റെ അനിയത്തി ഉറപ്പായിട്ട് പ്രസവിച്ചിരിക്കും, പക്ഷേ ആ പ്രസവിക്കുന്ന കുഞ്ഞിന് ജീവൻ കാണത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞിനെയാണല്ലോ ഇപ്പം ഇവർ കയ്യിലെടുത്ത് ഇങ്ങനെ താലൊളിച്ച് മൂത്തമ്മയായിട്ടും വല്യമ്മയായിട്ടൊക്കെ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ അർച്ചനയ്ക്ക് ചോര തിളക്കുവാണ്. പക്ഷേ അർച്ചന ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആതിരയോട് ചോദിക്കുകയാണ്, ആതിരെ ബന്ധുക്കളെങ്ങാനും വന്നു? കുറച്ച് പേരൊക്കെ വന്ന്. കുഞ്ഞിന് നല്ല ഭംഗിയുണ്ടല്ലേ, അപ്പം കുഞ്ഞിനെ സൂക്ഷിച്ച് നോക്കണം, വരുന്നവരെ കയ്യിൽ കാണുന്നവരുടെ കയ്യിലെല്ലാം എടുത്ത് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല, ഇന്ന് എന്തൊക്കെയാണ് നാട്ടിൽ പടരുന്നത്, അതുകൊണ്ട് കുഞ്ഞിനെ സൂക്ഷിക്കണം. അപ്പം ഇതൊക്കെ അർച്ചനയ്ക്കിട്ടൊരു കൊട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ അർച്ചനയുടെ പ്രസൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് എന്തൊരു നെഗറ്റീവ് എനർജി, ഈ മുറിക്ക് എന്തോ നെഗറ്റീവ് എനർജി, അതിൽ ചുമ്മാ കുഞ്ഞ് കരയുന്നത്. കാരണം കുഞ്ഞ് കരയുന്നതും അർച്ചന വന്ന് ആ കുഞ്ഞിനെ അങ്ങ് കയ്യിലെടുക്കും, അയ്യോ കുഞ്ഞ് കരയല്ലേന്ന് പറഞ്ഞിട്ട് അർച്ചന കൈ എടുക്കുമ്പോഴത്തേക്കും ഇവക്ക് വീണ്ടും കയ്യിൽ നിന്ന് ഗ്രിപ്പ് പോകുന്ന പോലെ തോന്നുക. അപ്പോഴത്തേക്ക് മാറ്റിയിട്ട് ഈ പറയുന്ന ഡയലോഗ് അടിക്കുവാണ്, ഈ മുറിക്ക് അങ്ങ് ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്, എനിക്ക് തോന്നുന്നു അർച്ചന ഈ മുറി ഇരിക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവ് എനർജി. ഇത് കേട്ടിട്ട് ഒരു അക്ഷരം പോലും നമ്മുടെ ആതിരയുടെ വായിൽ നിന്ന് വീഴുന്നില്ല. കാരണം ഇത് അർച്ചനയെ കുത്തി പറഞ്ഞാന്ന് പോലും ആതിരയ്ക്ക് മനസ്സിലാകുക. ആതിര സാധാരണ രീതിയിൽ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കേൾക്കാവുന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ കുഞ്ഞിന് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം കുഞ്ഞിനുള്ളതാണ്, എനിക്ക് എന്തൊക്കെ മേടിക്കണമെന്ന് അറിയാതെ ഞാൻ എല്ലാം കാണുന്ന എല്ലാം മേടിച്ചു തന്നിട്ട് അങ്ങനെ അഭിനയിച്ചിട്ട് അവിടെ നിന്ന് നിരാശയോട് തന്നെയാണ് ഈ അവന്തിക ഇറങ്ങുന്നത്. ഈ സമയത്ത് നമ്മുടെ അർച്ചന വന്നിട്ട് കുഞ്ഞിനെ ആദ്യം തന്നെ തിരിച്ച് കയ്യിലങ്ങ് വെച്ച് കൊടുത്തിട്ട് അർച്ചന ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവന്തികയെ മേടിച്ചുകൊണ്ട് വന്ന ഐറ്റംസ് എല്ലാം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് ആതിരയോട് പറയാം, ഇവിടെ വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരത്തില്ലേ, അപ്പം ഈ ഇരിക്കുന്ന സാധനം എല്ലാം കൊടുത്തിട്ടുണ്ട്, അവർ ഒരു സാധനം നമ്മുടെ കുഞ്ഞിന് വേണ്ട, നിനക്കും നിൻ്റെ കുഞ്ഞിനോ അവർ ഒരു സാധനം വേണ്ട, മനസ്സിലായ ആതിര എന്ന് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട്, അത് ചേച്ചി അത് സ്നേഹത്തോടെ മേടിച്ചുകൊണ്ട് തന്നെയല്ലേ, നമ്മൾ വേണ്ടാന്ന് വെക്കണോ, അവർ ഒരു സാധനം നിനക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ വേണ്ട. അപ്പോഴത്തേക്ക് ആതിരയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാനായി പറ്റുന്നില്ല. കാരണം സ്നേഹത്തോട് കൊണ്ട് തന്നെ അയക്കുന്നുള്ള രീതിയിൽ ആതിര ഇവർ ആ ഒരു സ്നേഹ അഭിനയത്തിന് അങ്ങ് മയങ്ങി അങ്ങ് നിൽക്കുവാണ്. ാണെങ്കിലോ പുറത്തിറങ്ങിയിട്ട് ഇവിടെ കാണിച്ച അഭിനയത്തിൻ്റെ മുഖമൊക്കെ മാറിയിട്ട് അവളുടെ ഒരു കൊച്ചെന്ന രീതിയിൽ ദേഷ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങുന്നത്. അപ്പം ദേഷ്യത്തിൽ പുറത്തിറങ്ങുന്ന അവന്തികയുടെ മുന്നിൽ വന്ന് പെടുന്ന ആരാന്നറിയോ, ശിവരാമനെ എല്ലാവർക്കും ഓർമ്മ കാണും. പണ്ട് അവന്തികയുടെ വലങ്കായിയായി നിന്ന് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിനെ കുളം തോണ്ടാൻ വേണ്ടി നിന്ന് കുറേ കാശടിച്ച് മാറ്റി കൊടുത്ത ഒരുത്തനുണ്ടല്ലോ, അവനാണ് ശിവരാമൻ. ആ ശിവരാമൻ്റെ എൻട്രിയാണ് ഇനി ഈ കഥയിലേക്ക് ട്വിസ്റ്റ് വരുത്താൻ പോകുന്നത്. അപ്പോൾ ശിവരാമൻ പറയുന്നുണ്ട്, അവന്തിക മാഡം എന്താ ഇവിടെ? ഞാൻ ഇവിടെ ചുമ്മാ വന്നേ, ശിവരാമൻ എന്താ ഇവിടെ? അല്ല, എൻ്റെ ഭാര്യയെ പ്രസവിച്ച് കിടക്കുന്നു. അല്ല, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഇത്രയും നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞൊക്കെ ജനിക്കുന്ന പറയുമ്പോൾ എന്തായാലും ശരി അവിടെ ശിവരാമൻ ഞാൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും, അത് മാഡം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, എനിക്ക് നല്ല ജോലിയൊന്നുമില്ല, അന്ന് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ എനിക്ക് ഒരു ജോലിയും നല്ലതുപോലെ കിട്ടില്ല. നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയതല്ലല്ലോ, നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടെന്നല്ലേ പറയണ്ടേ? അതേ മാഡം, അതിനുശേഷം പത്രത്തിലൊക്കെ വന്ന് നാറിയതിന് ശേഷം എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ജോലി അങ്ങ് നല്ലൊരു ജോലി സെറ്റായിട്ടില്ല. ഇനിയിപ്പം പ്രാരാബ്ദങ്ങളൊക്കെ ഇഷ്ടംപോലെ കൂടുമല്ലേ, കുട്ടിയും കാര്യങ്ങളൊക്കെ ആയി, അപ്പം നല്ലപോലെ വളർത്തണം, അതിനുള്ള സാമ്പത്തികം കിട്ടത്തക്ക രീതിയിൽ നല്ലൊരു ജോലി എനിക്ക് മാഡം സഹായിച്ചു തരണം. ജോലിയൊന്നും തിരിച്ച് നെല്ലിശ്ശേരി കയറ്റാനോ അല്ലെങ്കിൽ ജോലി തരാനൊന്നും എനിക്ക് പറ്റില്ല, കുറച്ച് പണം തന്ന് വേണമെങ്കിൽ എനിക്ക് സഹായിക്കാൻ, അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ശിവരാമ, രണ്ട് ദൈവങ്ങളുടെ പേര് ഒരുമിച്ച് വെച്ചിരിക്കുന്ന താൻ കാണിച്ചിട്ട് പോയത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ, എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാണ് നെല്ലിശ്ശേരിയെ താൻ പറ്റിച്ചത്. ഈ നിൽക്കുന്ന തന്നെ തിരിച്ച് നെല്ലിശ്ശേരി കയറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് താനങ്ങ് മറന്നു കളഞ്ഞേരെ. പിന്നെ തൻ്റെ ഈ പൈസ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ വിശ്വസിച്ചു, കാരണം
തൻ്റെ ഭാര്യയും കൊണ്ട് ഇവിടെ പ്രസവിക്കാൻ വന്നെങ്കിൽ ഇവിടുത്തെ ചിലവ് എന്തുമാത്രമാണ്, അത് അഫോർഡ് ചെയ്യാനായിട്ട് തനിക്ക് പറ്റുന്നെങ്കിൽ തൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കാമെന്നൊന്നും എനിക്ക് അത്ര അങ്ങ് മണ്ടിയെ പോലെ വിശ്വസിക്കുമല്ല. അത് മാഡം, അത് അങ്ങനെ ഒന്നുമില്ല കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. 10 വർഷം ശേഷമുള്ള പ്രസവം ആകുമ്പോഴത്തേക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കോംപ്ലിക്കേഷൻസ് അത് എനിക്ക് എൻ്റെ കുഞ്ഞിന് പൊന്നുപോലെ കിട്ടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്ര പൈസ ചിലവായാലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കുടുംബക്കാരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ഭാര്യ ചെറുത്തത്. അപ്പോഴത്തേക്ക് അവന്തികയ്ക്ക് അതൊരു സെറ്റാകുന്നുണ്ട്. പക്ഷേ അവന്തികയുടെ ശ്രദ്ധയപ്പെടുന്ന മറ്റൊരു കാര്യം, എൻ്റെ മോൾ, എനിക്കൊരു പെൺകുഞ്ഞാണ് മാഡം ജനിച്ചത്, എൻ്റെ മോളെ എനിക്ക് നല്ലപോലെ വളർത്തണം, അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് സഹായം ചോദിച്ചത്. താനെന്തോ അവസാനം ഈ പറഞ്ഞത്? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അല്ല എനിക്ക് എൻ്റെ മോളെ നല്ലപോലെ വളർത്തണം. മോളോ? തനിക്ക് ജനിച്ച മോളാണോ? ഇന്നത്തെ ദിവസം ജനിച്ചത്? അപ്പോഴത്തേക്ക് ശിവരാമന് പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് കേൾക്കുമ്പം അക്കിയുടെ തലയിൽ അടിപൊളി ഒരു ബുദ്ധി ഉദിക്കുകയാണ്. ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുബുദ്ധി ഉദിക്കുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവന്തികയ്ക്ക് ഒരു ഐഡിയ മിന്നി. ശിവരാമൻ്റെ പെൺകുട്ടി, അതുപോലെ സന്ദീപിൻ്റെ പെൺകുട്ടി, രണ്ടും ജനിച്ചത് ഏകദേശം ഒരു സമയം. അങ്ങനെ അവന്തിക അതുപോലെ തന്നെ നിത്യ, ശിവരാമൻ 3 പേരുമായിട്ടുള്ള ഒരു സീക്രട്ട് മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ ശിവരാമനോട് തൊട്ടും തൊടാതെ കുറേ കാര്യം സംസാരിക്കുന്നെങ്കിലും ഇതെല്ലാം ആദ്യം തന്നെ പിടികിട്ടുന്നത് നിത്യയ്ക്കാണ് മനസ്സിലാകുന്നത്. അപ്പം പറയുന്നുണ്ട്, ശിവരാമൻ്റെ മോളെ ഏറ്റവും നല്ല സൗകര്യത്തിൽ, അത് നെല്ലിശ്ശേരിയിലെ സൗകര്യത്തിൽ വളർത്താൻ താല്പര്യമുണ്ടോ? അപ്പോഴത്തേക്കും മാഡം എന്തോ അവധിക്കാണ് ഈ പറയുന്നത്, എന്നെ പോലെ ഇത്ര രീതിക്കകത്തുള്ള സാമ്പത്തിക കുറവ് ഇരുന്നിട്ട് ഞാൻ എങ്ങനെ നെല്ലിശ്ശേരിയുടെ സൗകര്യമൊക്കെ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്താനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശിവരാമന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറ. അതിന് ശിവരാമൻ്റെ കുഞ്ഞിനെ നെല്ലിശ്ശേരി തന്നെ വളർത്തിയാലോ? പിന്നെ എൻ്റെ കുഞ്ഞിനെ എന്നെ നെല്ലിശ്ശേരി കയറ്റത്തില്ല, പിന്നെ എൻ്റെ കൊച്ചിനെ നെല്ലിശ്ശേരി കയറ്റി വളർത്തുന്നത് മാഡം എന്തൊക്കെയാ ഈ പറയുന്നത്? ശിവരാമൻ്റെ കുഞ്ഞിനെ നെല്ലിശ്ശേരി കയറ്റത്തില്ല, പക്ഷേ എങ്കിൽ സേതുമാധവൻ്റെ കൊച്ചുമോളെ നെല്ലിശ്ശേരി കയറ്റാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ ശിവരാമ. അപ്പം അതുപോലെ ആകുമ്പോഴത്തേക്കും ശിവരാമൻ നല്ല സുഖ സൗകര്യത്തിൽ തൻ്റെ മോൾക്ക് എല്ലാ സൗകര്യവും കൊടുത്ത് ജീവിതം കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴത്തേക്ക് നിത്യയ്ക്ക് കാര്യം മനസ്സിലായി, 2 കുട്ടികളെ തമ്മിൽ വെച്ച് മാറ്റാനാണ് അവന്തിക മാഡത്തിൻ്റെ ഈ ഒരു പദ്ധതിയെന്ന്. അപ്പോൾ ശിവരാമന് ഞാൻ ഇത് പറഞ്ഞ ഇത്ര നാളായിട്ട് കത്തിയിട്ടില്ല അല്ലേ? പക്ഷെ നിത്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നിത്യയ്ക്ക് മനസ്സിലായതെല്ലാം ശിവരാമന് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്താടെ. അതായത് അവന്തിക മാഡം ഉദ്ദേശിച്ചത് ശിവരാമൻ്റെ പെൺകുച്ചിനെയും സന്ദീപിൻ്റെ പെൺകുട്ടിയും തമ്മിൽ വെച്ച് മാറ്റുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. മാഡം എന്തോ പറയുന്നത്? കുഞ്ഞുങ്ങളെ തമ്മിൽ വെച്ച് മാറ്റാനോ? ഇതൊക്കെ പിടിക്കപ്പെടത്തില്ലേ? എടോ, തൻ്റെ കുട്ടി ജനിച്ച സമയവും സന്ദീപിൻ്റെ കുഞ്ഞ് ജനിച്ച സമയം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 പേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ച 2 കുട്ടികൾ, അത് 2 പേരും പെൺകുഞ്ഞുങ്ങൾ. തൻ്റെ കുട്ടി അന്തസ്സായി സന്ദീപിൻ്റെ മകളായി ഇനി അങ്ങോട്ടേക്ക് നെല്ലിശ്ശേരി വളരും, അതും സേതുമാധവൻ്റെ കൊച്ചുമകൾ. സേതുമാധവൻ്റെ കൊച്ചുമകൾ എന്ന രീതിയിൽ വളർന്നാൽ എന്തൊക്കെ സുഖസൗകര്യങ്ങളെന്നുള്ള കാര്യം ശിവരാമൻ അറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ശിവരാമൻ്റെ മനസ്സങ്ങ് മാറുവാണ്. കാരണം തൻ്റെ മകൾ ഇത്രയും സൗകര്യത്തിൽ വളർന്നാലോ സേതുമാധവൻ്റെ കൊച്ചുമോളോ തൻ്റെ വീട്ടിൽ വളരും, സർവ്വദാരിദ്ര്യങ്ങളുമായിട്ട് വളരുന്നത് അതൊരു രസമാണ്. അപ്പോഴത്തേക്കും സേതുമാധവൻ്റെ ഈ ഒരു കാര്യം കേട്ടുമ്പോഴത്തേക്കും ഈ ശിവരാമൻ അങ്ങ് മനസ്സ് മാറി പറയുവാണ്, എനിക്ക് സമ്മതം മാഡം. സമ്മതം ഞാൻ ഉറപ്പായ സമ്മതമാണല്ലോ ശിവരാമ. ആണ് മാഡം, എനിക്ക് സമ്മതം, എൻ്റെ കുഞ്ഞ് അവിടെ തന്നെ വളരട്ടെ. പക്ഷേ ഈ ഒരു കാര്യം തൻ്റെ ഭാര്യയെ പോലും അറിയാൻ പാടില്ല. അതിന് സമ്മതമാണോ? സമ്മതം മാഡം, എൻ്റെ ഭാര്യയെ പോലും അറിയത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തനിക്ക് തൻ്റെ കുഞ്ഞിനെ വന്ന് കാണാനും ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും ലാളിക്കാനും എല്ലാത്തിനുള്ള അവസരമൊക്കെ ഒരുക്കി തരുന്ന കാര്യം ഞാനിട്ട്. നിത്യയോട് പ്രത്യേകം പറയണ്ടല്ലോ, ആദ്യത്തെ പണി നിത്യയുടെ കയ്യിൽ നിന്ന് പാളി, പക്ഷേ ഈ പണി പാളാൻ പാടില്ല. പ്രതിഫലം എന്ന് പറയുന്നത് ഇത് മാറിയിട്ടില്ല, സെയിം പ്രതിഫലം. സ്വന്തമായി നിത്യയ്ക്കൊരു വീട്, അത് ഞാൻ തന്നിരിക്കും. ശിവരാമന് കിട്ടുന്ന ശിവരാമൻ്റെ മുകളിൽ ഇത്ര സൗകര്യത്തിലുള്ള വളർച്ച, അതാണ് ഞാൻ ശിവരാമന് തരുന്നത്. 2 പേർക്കും സമ്മതം. നിത്യ പണി തുടങ്ങി. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ 2 കുട്ടികൾ തമ്മിൽ പരസ്പരം മാറ്റിയിട്ടുണ്ടാവണം എന്ന് പറയുമ്പം നിത്യ അതിന് സമ്മതിക്കുവാണ്. ശിവരാമൻ്റെ കൊച്ചിനെ വെച്ച് മാറ്റാൻ തന്നെ 2 പേരും പ്ലാൻ ഓക്കെ ആക്കി കഴിഞ്ഞു. അകത്ത് കാണിക്കുന്നത് നമ്മുടെ ആതിര കുഞ്ഞിനെ വെച്ച് കിടത്തിക്കൊണ്ട് നല്ല കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും, കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി മർച്ചനെ കൂടെ കുഞ്ഞിനുള്ള കുട്ടി ഉടുപ്പുകളൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോൾ സന്ധ്യ പറയുന്നുണ്ട്, ഏട്ടത്തി ഇതൊന്നും മേടിക്കാതെ, ഞാൻ ഇഷ്ടംപോലെ ഇവർക്ക് ആവശ്യത്തിനുള്ള എല്ലാം മേടിച്ച്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, അതൊക്കെ പറഞ്ഞാൽ നിൻ്റെ ഈ ഏട്ടത്തി കേൾക്കണ്ടേ, അവൾക്ക് ഇപ്പം തന്നെ എല്ലാം വേണം, അത് നമ്മുടെ വക എന്തെങ്കിലും കുഞ്ഞിന് മേടിക്കണ്ടേ സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അർച്ചന അമ്മേ അവളെ എനിക്കിങ്ങനെ എടുത്തതെന്ന് പറഞ്ഞിട്ട് അർച്ചന എടുത്ത് വെച്ച് കൊഞ്ചിക്കും. അപ്പോൾ അർച്ചന ഈ കൊഞ്ചിക്കുന്നതും അർച്ചന ആ സന്തോഷം എല്ലാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് എന്താണെന്നറിയോ, ഭയങ്കര അങ്ങ് അസ്വസ്ഥനാവുകയാണ്. കാരണം ഇപ്പോഴും അർച്ചൻ്റെ മനസ്സിൽ കുഞ്ഞ് വേണമെന്ന ആഗ്രഹം ഭയങ്കര തീവ്രമാണല്ലോ. ഈ കുട്ടി ഓരോ ദിവസം കാണുമ്പോഴും ഞാൻ എന്ത് മറക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതേ ആഗ്രഹം എൻ്റെ മുന്നിൽ തിളച്ച് കയറി വരുമല്ലോ. എനിക്ക് പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാക്കുന്നത്. സച്ചി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയി പുറത്തിരിക്കുക. അപ്പോൾ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. അർച്ചന കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് പുറത്തു വന്നിട്ട്, സച്ചിയുടെ എന്തായി കാണിക്കുന്നത്? ആ കുഞ്ഞുമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാനുള്ളതാണ്. നമുക്കൊരു കുട്ടി വരുന്ന വരെയുള്ള കാര്യത്തിനകത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞായി തന്നെ അവളെ കരുതണം. ഇങ്ങനെ സച്ചിയുടെ മാറിക്കഴിഞ്ഞാൽ സച്ചിയുടെ അതൊരു ദേഷ്യം പിന്നെ വെറുപ്പ്
വെറുപ്പാവും, അങ്ങനെ മാറി മാറി പോകും. അത് പാടില്ല സച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കുട്ടികളാകുന്നവരെങ്കിലും നമുക്ക് എന്താണ് ഇതെല്ലാം മറന്നിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം മോളെ പോലെ തന്നെ അവളെ സ്നേഹിച്ച് വളർത്തിക്കൂടെ സച്ചേട്ടൻ എന്ന് പറയുമ്പം സച്ചിക്ക് പിന്നെ ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ എന്നാൽ സച്ചിയുടെ മനസ്സിൽ നേരിയ എന്താണ് സങ്കടമുണ്ട്. പിന്നെയാണ് വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത് നെല്ലിശ്ശേരി സേതുമാധവൻ്റെ മകനായ നന്ദനും അതനറിയാത്ത നന്ദൻ്റെ ഭാര്യയുടെ കാമുകനായ ധനുഷും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. അതായത് ഒരു വേലിക്കപ്പുറം ഒരു വേലിക്കിപ്പുറം എന്ന രീതിയിലുള്ള കൂടിക്കാഴ്ച. അപ്പം സേതുമാധവൻ്റെ മകനായ നന്ദൻ പറയുന്നുണ്ട്, ധനുഷിന് പറയാനുള്ളത് എത്രയും വേഗം പറയണം. തൻ്റെ കൂട്ടുകാരെ എന്നോട് വന്ന് പറഞ്ഞു, നിനക്ക് എന്നോട് എന്തോ അവസാനമായി പറയുന്നുണ്ട്, അത് എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞെടുക്കുക. ഞാൻ ഒരു പരിധിക്കപ്പുറം എനിക്ക് ഇങ്ങോട്ടേക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം എനിക്ക് വരുന്ന ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യും, എന്ത് പറയും, എന്ത് പെരുമാറുമെന്ന് എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ല. അതുകൊണ്ട് ധനുഷിന് പറയാനുള്ളത് മുഖവര ഇടാതെ എത്രയും പെട്ടെന്ന് പറയാം. അപ്പം ധനുഷ് പറയും, സാർ മാപ്പ് അപേക്ഷിക്കാനാണെങ്കിൽ ധനുഷ് അത് നിൽക്കേണ്ട. എനിക്കറിയാം സാർ, മാപ്പ് തരത്തക്ക രീതിയിലൊന്നും ഉള്ള അർഹത എനിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. മാപ്പ് ചോദിക്കാനുള്ള അർഹതയോ അവകാശമോ എനിക്കില്ല എന്ന് എനിക്കറിയാം സാർ. എനിക്കതൊന്നുമല്ല പറയാം. ധനുഷ് മുഖവരെയൊന്നും വേണ്ട. ഈ മനസ്സ് തുറന്ന് നമ്മളെ സ്നേഹിച്ചിട്ടേ നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ പറ്റിക്കും വരുന്ന വേദന എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെ പറ്റിച്ചത് പിന്നെ ഞാൻ ക്ഷമിക്കും. പക്ഷേ എൻ്റെ അനിയത്തി എൻ്റെ അച്ഛനെ ഉൾപ്പെടെ താൻ പറ്റിച്ചത്, അവരുടെ മനസ്സ് വേദനിച്ചത്, അതെനിക്ക് ക്ഷമിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ലടാന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്നെ ആദ്യം ഒരുത്തി പറ്റിച്ച് അവളെന്നെ കുറേ നാൾ തടവിൽ വെച്ച് പിന്നെ അവളോട് എന്താണ് തിരിച്ചിറങ്ങുന്ന ദിവസം അവളെ കൊന്ന് കളയണമെന്ന് വിചാരിച്ച എന്നെ അർച്ചന മാത്രമാണ് നിയന്ത്രിച്ച് നിർത്തിയത്. അതിൻ്റെ അർത്ഥം ഞാൻ അവരോട് സമ്പൂർണ്ണമായി ക്ഷമിച്ചെന്നോ അവർ ചെയ്ത തെറ്റുകൾ മറന്നൊന്നും അല്ല. ഞാൻ തൽക്കാലത്തേക്ക് അവർക്കുള്ള സമയം നീട്ടിക്കൊടുത്തിരിക്കുക. ഇത് കേൾക്കുമ്പോൾ അവൻ വെള്ളം വിഴുങ്ങുവാണ് ഈ ധനുഷ്. കാരണം വിചാരിച്ച നന്ദൻ മണ്ടനാണ്, അവന്തിയോട് അങ്ങ് ക്ഷമിച്ചു എന്ന് കരുതിയെങ്കിൽ നന്ദൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല നന്ദൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പേടിച്ചിട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് ഈ വെള്ളം വിഴുങ്ങുന്ന രീതിയിൽ ധനുഷ് എന്താണ് അങ്ങനത്തെ ഒരു വെള്ളം വിഴുങ്ങുകയാണ് കാണിക്കുന്നത്. ഈ സമയം തന്നെ നന്ദൻ എന്താണ് ബാക്കി പറയുന്നത്, പിന്നെ സഹോദരനെ പോലെ സ്വന്തം കൂടെപ്പിറപ്പായി സ്നേഹിച്ച നീ എനിക്ക് തന്ന ചതി, അതാണ് ഞാൻ ജീവിതത്തിൽ നീട്ടുന്ന രണ്ടാമത്തെ വെട്ടം. അതിൽ എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ സ്നേഹമോടെ കണ്ണ് നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ധനുഷിന് പറയാനുള്ള വല്ല കാര്യം ഉണ്ടെങ്കിൽ മുഖവര ഇടാതെ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കും. നന്ദൻ നന്ദൻ പറയുന്നുണ്ട്, ഇനി ജീവിതത്തിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്നുള്ള പാഠമാണ് നീ എനിക്ക് പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് നന്ദൻ അങ്ങോട്ടേക്ക് എന്താണ് തിരിച്ച് അവനോട് നിന്നും ബാക്കിയൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഇവൻ ഈ മുഖവരയിട്ട് എന്താണ് വളച്ചൊടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നന്ദൻ അവിടെ നിന്നാണ് ക്ഷമ കെട്ട് അങ്ങോട്ടേക്ക് മാറിപ്പോകുമ്പോഴത്തേക്ക് ഇവൻ പിറകിൽ നിന്ന് വിളിക്കുകയാണ്, നന്ദേട്ടാ എന്ന് ആ വിളിക്കുന്ന കാണിക്കുന്നതും ഈ ഭാര്യ ഭർത്താവിന് വിളിക്കട്ടെ പിണങ്ങി പോകുമ്പോഴത്തേക്കും ഏട്ടാ എന്ന് വിളിച്ചിട്ട് അവിടെ നിർത്തുന്ന പോലത്തെ അവൻ്റെ ഒരു വിളിയും കേട്ട് നന്ദൻ തിരിഞ്ഞ് നോക്കുന്നതും കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് മാംഗനിയം സീരിയൽ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും നിങ്ങളുടെ കമൻസും ഷെയർ സ്ലൈസിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.